അപ്പോഴേ സോളോ പാലക്കാടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ചായക്ക് എന്താ ഉണ്ടാക്കുന്നത്? ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു കുഞ്ഞുമണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ശരി, നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം കാണിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കുറച്ച് ഐറ്റംസ് മതി, പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും, ഹെൽത്തിയാണ്. അരിപ്പൊടി, പഞ്ചസാര, തേങ്ങ, ഉപ്പ്, നെയ്യ്, ഇത്രയും സാധനങ്ങൾ മതി. പക്ഷെ നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മാവ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചെടുത്ത് എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് കൂട്ടി ചെയ്യാം. ഇപ്പോൾ 1 കപ്പിൻ്റെ ഉള്ളത് ഞാൻ അവിടെ പറയുന്നത്. 1 കപ്പ് അരിപ്പൊടി എടുത്ത് പാത്രത്തിലേക്കിട്ട് അതിൽ ഉപ്പ് ചേർത്ത്. ഇപ്പം നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് ഒരു 3/4 കപ്പോളം വെള്ളം എടുത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഇനി നമ്മൾക്ക് ഇതിൽ ആവശ്യത്തിനെടുത്ത് ഒഴിക്കുക. ദീപത്തിൻ്റെ പരുവത്തിന് ഒഴിച്ച് നമ്മളിത് മാവ് ഇതാക്കണം. കുഴച്ചിട്ട് ഇതാ മാവ് ഞാൻ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് കുഴച്ചത്. ചൂട്ടോടെ കുഴക്കുക, ലേറ്റ് ചൂട്ടോടെ തന്നെ ഇത് കുഴച്ച് വന്നാൽ ഇത് അതുപോലെ ആവും. ഇനി ഇതിന്ന് എടുത്തിട്ടാണ് നമ്മൾ കുഞ്ഞുമണിയപ്പം ഉണ്ടാക്കുന്നത്. ഒരു ലേശം നെയ്യ് കയ്യിൽ തടവിയിട്ട് നമ്മളിതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞുമണിയായിട്ട് ഉണ്ടാക്കാം. ചെറിയ ചെറിയ മണികൾ ഉണ്ടാക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയ്യിൽ പ്രസ് ചെയ്താൽ ഒരുപാട് ചെറുതാവണ്ട. നേരത്തെ ഇത് നല്ലൊരു വിഭവമാണ് കൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറയാം. അപ്പൊ അവര് അത് ഉണ്ടാക്കാൻ കൂടുമ്പോ ഇത് വേഗമാവും. വീട്ടില് കുട്ടികളുടെ കയ്യിലാക്കി കൊടുക്കേണ്ട ജോലി. ചെമ്പില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ടില് ജസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് ഇതൊന്നും ഒട്ടാണ്ടിരിക്കാൻ തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ആവി കയറ്റാൻ പോവുകയാണ്. ആവി കയറ്റി വേവിച്ചെടുക്കാൻ പോകും. ആവി കയറ്റി ഒന്ന് വേവിക്കുക. നമ്മള് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കില്ലേ, എന്താണ് പറയുന്നത്, അങ്ങനെ കൊട്ടി കുഞ്ഞുമണിയപ്പം വേവുമ്പോഴേക്കും കൈകളൊക്കെ ഒന്ന് റെഡിയാക്കണം. ഈ അപ്പം ഒന്ന് റെഡിയാകുമ്പോഴേക്കും ഇതൊന്ന് വേകുമ്പോഴേക്കും നമുക്ക് അതിനെ ചേർക്കാനുള്ള പദങ്ങൾ ഇപ്പോഴത്തെ അടുത്ത് ശരിയാക്കണം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. 1 ടീസ്പൂൺ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ 2 ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു മൂടി 1 കപ്പ് തേങ്ങ ചെറിയത് ഇതിലിട്ടിട്ട് ഒന്ന് എത്ര ജസ്റ്റ് ഒന്ന് ചൂടാകലും ഒന്നിങ്ങനെ വഴറ്റിയാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. എന്നിട്ട് നമുക്ക് അടുത്തത് പഞ്ചസാര, എനിക്ക് വേണ്ട പഞ്ചസാര ഇടും. ഞാനിത് ഇത്രയും പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 3 സ്പൂണോളം. അതും കൂടി ഒന്ന് ആയപ്പിന്നെ നമ്മൾ ഈ വെന്ത കുഞ്ഞുമണിയപ്പം ഇതിൽ കൊട്ടി ഇളക്കാം. നമ്മുടെ കുഞ്ഞുമണിയപ്പം റെഡിയാകാൻ പോകുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുമണിയപ്പം വെന്തിട്ടുണ്ടാവും. ജസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് നോക്കാം വെന്തിക്കണമെന്ന്. അതെ, വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വെന്ത കുഞ്ഞുമണിയപ്പത്തിന് ഇതിലിടാൻ പോവുകയാണ്. അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. അപ്പോളേ ലതികേ ഇതുകൊണ്ട് ഞാൻ തരാം. ഇന്നെന്താ നമുക്ക് നമ്മൾ ഉണ്ടാക്കി എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നോക്കും. എന്നിട്ട് നീ കുട്ടികൾക്ക് പോയിട്ട് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. അതൊന്ന് കഴിച്ച് നോക്കാം. എൻ്റെ കഴിക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകരും കടുമ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നു. ചൂടുണ്ടല്ലേ? നല്ല തോതുണ്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. വരുമ്പോൾ 4 മണിക്കുള്ള കാര്യമായിട്ട് ചായൻ്റെ കൂടെയും കട്ടൻ ചായൻ്റെ കൂടെയൊക്കെയാണ് നമുക്കിത് കഴിക്കാം.
നമുക്ക് അതിന്റെ പകരമായിട്ട് ഇപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വേണ്ട ഒരു ഗ്രീൻ ടീ വെക്കാം. ഇപ്പൊ ഗ്രീൻ ടീ ആകുമ്പോൾ ഒരു ഹെൽത്തി ആയല്ലോ. അപ്പം നമുക്ക് ഇതിനൂടെ നമുക്കൊരു ഗ്രീൻ ടീയും കൂടി വെക്കാം. നമ്മൾ വെള്ളം തിളച്ചിട്ട് ഗ്രീൻ ടീ ഇടുന്നത് എന്നിട്ട് നന്നായി മൂടി വെച്ച് അപ്പം എല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും എന്താ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ചാനലിന്റെ പേര് മറക്കണ്ട, സോൾ ഓഫ് പാലക്കാട്.